നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു സംഭവമാണ് മനഃശാസ്ത്രപരമായിട്ട്. നിങ്ങളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആള് ഹെൽത്തി കണ്ടുകൊണ്ടേയിരിക്കണം. ഈ മെൻ്റലിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഉണ്ടല്ലോ, ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പല മരിച്ചുപോയ ആൾക്കാരെയും അതേപോലെ നമ്മളറിയാത്ത ആൾക്കാരെയും ഒക്കെ കാണിച്ചു തരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളെ ഏരിയയിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരാളെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രധാന പ്രത്യേകത പറഞ്ഞാൽ പുള്ളി എനിക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അതായത് പൈസ ഒന്നും വേണ്ട ഒരാളുമല്ല. ഞാൻ ഒരുപാട് കാലമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സുഹൃത്തുമായിട്ടാണ് ഏതായാലും ഞാൻ പുള്ളിനോട് പറയാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് കൺഫേം ചെയ്യാനും പറ്റൂ. നമുക്ക് വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ ഏതായാലും അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇങ്ങനെ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഉള്ളിലുണ്ട്. അപ്പം ഇവിടെ ദുബായിൽ ഒരു സ്ഥാപനത്തിലുള്ള ഒരാളാണ്, അപ്പോൾ റഹീം ചുള്ളിപ്പാറ പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി പ്രൈവറ്റായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾക്കാരെ ഹിപ്നോട്ടൈസ് കൊടുക്കുക, അതുപോലെ എന്താ പറയുക, ചില ആൾക്കാർ കിഡ്നി സ്റ്റോണൊക്കെ പല മാജിക്കൽ ടൈപ്പിൽ എടുത്തു കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ദുബായിലുള്ള ഒരാളാണ്. ഏതായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പുള്ളി ഇവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളിനോട് നമ്മൾ ചോദിച്ചു നോക്കാം. ഇതാണ് ആള്. റഹീംകാ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കണ്ടിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ കാണാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഈ ഹിപ്നോട്ടിസം അതേപോലെ ആൾക്കാരെ ഈ മെൻ്റലിസ്റ്റ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയാം. അപ്പോൾ എനിക്കൊന്ന് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ശ്രമിച്ചു നോക്കാം. എത്ര വർഷം മുമ്പുള്ള പരിചയമുള്ള കൂട്ടുകാരനാണിത്? ഏകദേശം ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഏകദേശം ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ അറിയുന്ന കൂട്ടുകാരനായിരുന്നു. 4 വർഷമായിട്ട് നിങ്ങൾ ഫോണിലൂടെ ബന്ധമുണ്ടോ? ഫോണിലൂടെ ബന്ധമുണ്ട്, ഇടയ്ക്ക് ബന്ധമുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഒരു 1-1.5 വർഷമായിട്ട് ഫോണിലൂടെ വളരെ കുറവാണ്. ഇടയ്ക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പലപ്പോഴും നമുക്കറിയാലോ, ബന്ധങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലരും. ഏജാണോ പുള്ളിക്കാരൻ? ഏകദേശം അതെ, എൻ്റെ ഏജ്. വിവാഹിതനാണോ? വിവാഹിതനല്ല, വിവാഹിതനാവാൻ പോകുന്ന ഒരാളാണ്. ഏകദേശം എത്ര വയസ്സുണ്ടാവും? ഏകദേശം ഒരു 27 വയസ്സ്. ആള് ഹെൽത്തി ആണോ? ആള് ഹെൽത്തി ആണ്, വലിയ കുഴപ്പമൊന്നും. ഹൈറ്റ് ഉള്ള ആളാണോ? ഹൈറ്റ് ഏകദേശം ഒരു നോർമൽ ഏകദേശം എൻ്റെ ഹൈറ്റ് ഉള്ള ആളാണ്. മലയാളിയാണോ? മലയാളിയാണ്. ഓക്കെ. അപ്പോൾ ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയൂ, എൻ്റെ കാതിലൊന്ന് പറയൂ. ഓക്കെ. 5 വർഷം മുമ്പുള്ള ബന്ധമാണ് ഏകദേശം? അതെ, അല്ല, ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ഒരു 5 വർഷം എന്നല്ല, ഒരു കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ പ്രോപ്പർ കറക്റ്റ് വർഷങ്ങൾ, എന്നാലും ഏകദേശം ഒരു 1-1.5 വർഷമായിട്ട് കോണ്ടാക്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു ആഗ്രഹം എന്താ നിങ്ങൾക്ക്? ഒരു ചില കാര്യങ്ങൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. ക്യൂരിയോസിറ്റി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്യൂരിയോസിറ്റി അല്ല, എന്തോ നമുക്ക് അവരോട് സംസാരിക്കാനൊക്കെ ഉള്ള പോലെ ഒരു താല്പര്യം, ഒരു ഫീൽ ഉണ്ട്. ഓക്കെ. ഞാന് ഇവിടെ ഇരിക്കും. ഓക്കെ ഇവിടെ ഇരിക്കും. ഓക്കെ, ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കും. ഇത് പിടിക്കും, കയ്യിൽ മുറുകെ പിടിക്കും. എൻ്റെ ഫേസിലേക്ക് ഡയറക്റ്റ് നോക്കുക, കണ്ണുകൾ വെട്ടരുത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു 3 വർഷത്തേക്ക് പിന്നിലോട്ട് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? വേറൊന്നും നിങ്ങളുടെ മനസ്സിൽ കാണരുത്, കണ്ടുകൊണ്ടേയിരിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഒരു ഭാവനയാണ് ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് വരുന്നത്. മെല്ലെ 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 അലി എന്ന സുഹൃത്താണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റഹീം എന്ന ആളിപ്പോൾ ഇവിടെ ഇല്ല. അലി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അലി നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ഏകദേശം. അലിയെ നമ്മൾ പുറത്തെടുക്കുകയാണ്. കമാൺ അലി, കമാൺ. കണ്ണടക്കൂ. നിങ്ങൾ കാണുന്നു അലിയെ? മനസ്സ് നിറഞ്ഞ് കണ്ടില്ല? ഇനെന്താ നിങ്ങൾക്ക് അലിയോട് ചോദിക്കാനുള്ളത്? 5 വർഷം പിന്നിലോട്ട് പോകുമ്പോൾ നിങ്ങൾ അലിയിൽ നിന്ന് പ്രതീക്ഷിച്ചതെല്ലാം നിങ്ങൾ അലിയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞില്ല. നിങ്ങൾ പാതി ഉറക്കത്തിലേക്ക് മഴങ്ങുകയാണ്. ആ ഉറക്കിൽ നിന്ന് പതിയെ ഞാൻ ഉണർത്തുകയാണ്. മെല്ലെ മെല്ലെ കണ്ണ് തുറക്കൂ. മെല്ലെ മെല്ലെ ഒരു ദീർഘനിശ്വാസത്തിൽ സംസാരിക്കാൻ പറ്റുമോ? അലിയോട് ഇപ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. മറ്റൊരു ദിവസം ഞാൻ അലിയോവുമായി നിങ്ങൾക്ക് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഇപ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല അലി ഉള്ളത്. അലി മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ പെട്ടുകിടക്കുകയാണ്. ആ അലിയെ ഞാൻ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ ഒരു ദീർഘ നിശ്വാസത്തിലൂടെ ബ്രീത്തിങ് വന്ന് ഔട്ട്ലോട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഉദയറിലേക്ക് വരികയാണ്. അലി നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോയി. കണ്ണു തുറക്കൂ. കമാൺ.
എന്നിലേക്ക് വരും. ഫിനിഷ് ഉദയർ. ഇപ്പോൾ നിങ്ങൾ ഉദയറാണ്. കമാൺ കമാൺ. അലിയെ കണ്ടില്ലേ? അത്രേ ഉള്ളൂ, സിമ്പിളാണ്. സംഭവം പൊളി. ആള് കഴിവുണ്ട്. അതെങ്ങനെ സംഭവം? ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു സംഭവമാണ് മനഃശാസ്ത്രപരമായിട്ട്. നിങ്ങളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഒറ്റ വാക്ക് എല്ലാ വിഷയത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അത് മാത്രം സൂക്ഷിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഫിനിഷ്. ബൈ ബൈ. സംഭവം പൊളി. അപ്പം മെൻ്റലിസ്റ്റുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടാണ്, ഏകദേശം കല്യാണമൊക്കെ ഉറപ്പിച്ചൊരു അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ശേഷം പുള്ളിനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്തത്. ഏതായാലും സംഭവം പൊളി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും.